റെയിൽവേ സ്റ്റേഷനകത്തുള്ള ചില മേഖലകളിലുമുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയും ചില കുഴികളും അടക്കമുണ്ട്. അവിടെ ചില വെള്ളക്കെട്ടുകളുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയും അത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നും മനസ്സിലാകുന്നു. അങ്ങനെ സാധ്യമായ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്ന സാഹചര്യം. MG മിഥുൻ കൂടി അവിടെ ചേരുകയാണ്. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? രക്ഷാദൗത്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിയുണ്ടോ? ഇപ്പോൾ അദ്ദേഹം വീണ ആ പരിസരത്ത് പരിശോധന പൂർത്തിയാക്കി തിരിച്ചു വരാം. ഡാനിലേക്ക് ഒന്ന് പോകണം. ചില നിർണായക വിവരങ്ങൾ ഡാൻ നൽകാനുണ്ട്. ഡാൻ, തുടരാം. മേയർ ഒപ്പമുണ്ടെന്ന് തോന്നുന്നു. തുടരാം. തീർച്ചയായിട്ടും മേയർ എന്നോടൊപ്പം ചേരുകയാണ്. ആര്യ, നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ കഴിയുമോന്നറിയില്ല. പക്ഷേ അവിടെ നിന്ന് കയറി വന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നതാണ് അവരുടെ ഈ ദൌത്യവും ശ്രമകരമാക്കിയെന്നാണ്. നമുക്ക് ഈ മാലിന്യ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിലകൊള്ളുന്ന എന്താണ് യഥാർത്ഥ പ്രശ്നം? മാലിന്യ നീക്കമായിരുന്നു ശരിക്കും ഇവിടെ റെയിൽവേ കൊടുത്തിരുന്ന പ്രവൃത്തി. അതായത് ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്ന ആമേഴഞ്ചാം തോടിന്റെ ഭാഗമാണ്. ആമേഴഞ്ചാം തോടെന്ന് പറയുന്നത് മേജർ ഇറിഗേഷന്റെ കീഴിൽ വരുന്ന ഒരു തോടാണ്. മറ്റൊന്ന്, റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്തായതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയുടെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള നഗരസഭ കൂടി അതിന്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും ചേർന്ന യോഗത്തിൽ ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ തവണ എല്ലാം മഴയുണ്ടായതിനെ തുടർന്ന് റെയിൽവേയുടെ ഭാഗത്തുള്ള ഈ തോട് ക്ലീൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ഒരു സ്വകാര്യ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്ടർ അതെടുക്കുകയും കോൺട്രാക്ടറിന്റെ കീഴിലുള്ള തൊഴിലാളികളെ വെച്ച് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. നഗരസഭയ്ക്ക് അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഒരു റോളില്ല, അത് കാരണം മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പ്രോപ്പർട്ടിയാണല്ലോ. അതുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യട്ടെ എന്നുള്ള തീരുമാനം. സ്വാഭാവികമായി ഈ പ്രോപ്പർട്ടി തുടങ്ങുന്നത് ആ വശത്ത് നിന്നാണ്, നമുക്ക് ആ റോഡിന്റെ ആ വശത്ത് നിന്നാണ്. പക്ഷെ അതിനപ്പുറത്തെ വശത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നു. അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൌത്യം നേരത്തെ തന്നെ തുടങ്ങിയതല്ലേ? അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ? നഗരസഭ ഇതിനകത്ത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പ്രവർത്തികളും അവരാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പൊതുബോധം നമ്മുടെ ജലാശയങ്ങളിൽ മാലിന്യം തള്ളാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജലാശയങ്ങളിൽ മാലിന്യം തള്ളുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് തന്നെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ 100 വാർഡുകളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ 100 ഹരിതകർമ്മസേന മുഖാന്തരം നമുക്ക് ഈ മാലിന്യം കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നഗരസഭയുടെ ഭാഗമായി നടന്നുവരികയാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം, പൊതുവിൽ ഉണ്ടാകുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് മാലിന്യം വലിച്ചെറിയുക എന്നുള്ളതാണ്. അതിൽ ഒരുപാട് മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ, ഇപ്പോൾ ഉപ്പളാമൂട് പാലത്തിന്റെ അവിടെയാകട്ടെ, ഈ ആമേഴഞ്ചാം തോടിന്റെ വിവിധ ഭാഗങ്ങളാകട്ടെ, ബന്ധപ്പെട്ട വകുപ്പുകൾ, നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ എന്റെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബന്ധപ്പെട്ട വകുപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അധിക ചുമതല നഗരസഭ പലപ്പോഴും വഹിക്കാറുണ്ട്. നമ്മളെപ്പോഴും കാണുന്നത് ആ സ്ഥലങ്ങളിൽ നമ്മൾ മാലിന്യം മാറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മാലിന്യം നിറയുകയാണ്, പലയിടത്തുനിന്ന് ഒഴുകി വരികയാണ് വെള്ളത്തിന്റെ മൂവ്മെന്റിന്റെ കാരണം. അപ്പൊ എവിടെയെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇത്തരത്തിൽ ഒരു ബോധപൂർവമായ ശ്രമമുണ്ട് എങ്കിൽ അത് പൊതുജനങ്ങളും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളും എല്ലാം ഇടപെട്ടുകൊണ്ട്, നഗരസഭയെ പോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ ഒരു കേരളം എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ എല്ലാവരുടെയും സഹകരണം. ഒരു ചെറിയ സംശയം കൂടി, അതായത് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് 10,000-കണക്കിന് ആളുകൾ ഈ നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നതാണ്. അവിടെ ഒരു ദിവസം കൊണ്ട് സാഹസികമായ ഒരു ദൌത്യത്തിലൂടെയാണ് നഗരം പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നത്. സമാനമായ തരത്തിൽ ഒരു മാരത്തൺ യജ്ഞം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിയാൽ സ്വാഭാവികമായി ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു ദുഷ്കരമായ അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് ഒരു പരിധി തടയാൻ കഴിയത്തില്ല. നമ്മുടെ നഗരത്തിൽ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാലിന്യ കൂമ്പാരങ്ങൾ സാധാരണയായി കാണാൻ കഴിയാത്തൊരു നഗരമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. അതിന്റെ കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു വിപുലമായ പദ്ധതി കേരളത്തിൽ നടന്നുവരുന്നു. അതിൽ ഏറ്റവും മാതൃകാപരമായ ഇടപെടൽ നടത്താൻ കഴിയുന്നത് നമുക്ക് തന്നെയാണ്. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ചില ആളുകൾ ബോധപൂർവമായി മാലിന്യങ്ങൾ ചിലയിടത്ത് വലിച്ചെറിയുന്നു. അത് തടയാൻ നഗരസഭ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പല ആളുകളും നമ്മളെ പരാതി വിളിച്ച് പറയാറുണ്ട്. അതിലെല്ലാം നഗരസഭ കൃത്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുപോലെ അതൊരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ള സന്ദേശം ഇങ്ങനെയൊരു സന്ദർഭത്തിലെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മുടെ മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഇനിയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയണം.
അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് അത്തരത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ട് നഗരസഭ കൂടി മിനിസ്റ്റർ യോഗത്തിൽ പറഞ്ഞ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു കരാർ കൊടുക്കുന്നതിന് വേണ്ടി റെയിൽവേ തയ്യാറായിട്ടുള്ളത്. അതിങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ തീർച്ചയായും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്നുള്ള ഒരു വിഷയം തന്നെയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നത്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. രഞ്ജിത്ത്, വളരെ വ്യക്തമാണ് മേയർ വ്യക്തമാക്കിയ കാര്യം. അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയോ ഭരണകൂടത്തിന്റെയോ മാത്രം ചുമതലയല്ല, പൊതുജനങ്ങളുടെ കൂടി ഒരു സഹകരണം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അനിവാര്യമായി മാറുന്നതിന്റെ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ അപകടമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, റെയിൽവേയാണ് ഈ കരാർ നൽകിയിരുന്നത് മാലിന്യ നീക്കത്തിന്. പക്ഷേ മഴക്കാലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടും എന്തുകൊണ്ട് ആ മാലിന്യ നീക്കം പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്താൻ കഴിഞ്ഞില്ല എന്നതിന് ഒരു ജീവൻ കൊണ്ട് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് വലിയൊരു ജാഗ്രതയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് എന്ന് തന്നെയാണ് നഗരസഭാ അധികാരികൾ വ്യക്തമാക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തെരച്ചിൽ നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു പ്രതീക്ഷാനിർഭരമായ എന്തെങ്കിലും ഒന്ന് ലഭ്യമാകാത്ത സാഹചര്യം കൂടിയുണ്ട്. അതായത് വലിയ ദുഷ്കരമായ ഒരു ദൗത്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു വന്നത്. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? എന്തെങ്കിലും തരത്തിൽ ഒരു സൂചന ഈ അപകടത്തിൻ്റെ ഒരു തെരച്ചിൽ ലഭിക്കുന്നുണ്ടോ? മിഥുൻ കേൾക്കാമെന്ന് കരുതുന്നു. അവിടെ നമ്മുടെ ഡാൻ കുര്യനും MG മിഥുനും അവിടെ ഉണ്ട്. അവർ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വിൻഡോയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിനിടയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ, മുങ്ങൽ വിദഗ്ധരുടെ അടക്കം ദൃശ്യങ്ങളാണ്. മറ്റൊരു വിൻഡോയിൽ ഇപ്പോഴും ആ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അത് പലതരത്തിൽ മേയർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ദുഷ്കരമായ ഒരു ദൗത്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് പ്രധാനമാണ്. ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുന്നു. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്താണുള്ളത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടേക്ക് ദൃശ്യങ്ങൾ പോയാൽ കാണാൻ ചെയ്യാം. അതായത് ഏകദേശം ഒരു 80 മീറ്ററോളം നീളമുണ്ട് ഈ തമിഴ്നാട് ഭാഗത്ത് നിന്ന് ഈ മറുവശത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്തേക്ക് എത്തുന്നതിന് വേണ്ടി. ഈ കാണുന്ന സ്വാഭാവിക വീതിയല്ല അകത്തേക്ക് പോകുമ്പോഴെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം അകത്തേക്ക് പോകുമ്പോൾ തുരങ്കമായ രീതിയിലാണ് പോകുന്നത്. അവിടെയൊക്കെ മാലിന്യം വലിയ രീതിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ 4 പേരടങ്ങിയ സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്ത് അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തെരച്ചിൽ പൂർണ്ണമായും അകത്തേക്ക് കയറിക്കൊണ്ട്, അതായത് ഈ നീന്തൽ വിദഗ്ധർക്ക് തന്നെ അകത്തേക്ക് കയറിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ മാലിന്യം ഇങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മാലിന്യം അതികൂമ്പാരമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അതിനിപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറുവശത്തും ഈ ഇപ്പുറത്തെ വശത്തു നിന്നും ആർഎസ് ഇറങ്ങി ഈ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം അകത്തേക്ക് പോയി ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി നടത്താൻ പോകുന്നത്. എന്തായാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കൂടുതൽ സമയമാകുന്നു അകപ്പെട്ടിട്ട്. എന്തായാലും ഇപ്പോഴും ആൾ അകത്തുണ്ട് എന്നുള്ളതല്ലാതെ ആ സമയത്ത് ഒഴുക്കുണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഏതെങ്കിലും സൈഡിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം.